ഇന്നത്തെ നമ്മുടെ റെസിപ്പി നല്ല ടേസ്റ്റിലുള്ള അടിപൊളിയായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മീൻ കറിയാണ് കേട്ടോ. സാധാരണ നമ്മൾ മുളകിട്ട് ചെയ്യുന്നതിലും കുറച്ച് വ്യത്യാസമായിട്ടുള്ള രീതിയിലാണ് ഇന്ന് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ ഒരു ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യേണ്ട കാര്യം മറക്കരുത്. അതുപോലെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ അതുകൂടെ കേട്ടോ. അപ്പോൾ ഇതൊന്ന് കണ്ടു വയ്ക്കാമല്ലോ. അപ്പോൾ ആദ്യം ഇതിലേക്കൊരു 3 ടേബിൾ സ്പൂൺ കുരുമുളക് എടുത്തൊരു പാനിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിലേക്കൊരു 1 കപ്പ് വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഇതൊരു 1/2 കിലോ മീനിലേക്കുള്ള അളവാണ് 3 ടേബിൾ സ്പൂൺ. അപ്പോൾ നല്ല എരിവുള്ള കുരുമുളക് വീട്ടിലൊക്കെ ഉള്ള കുരുമുളക് ആണെന്നുണ്ടെങ്കിൽ 2.5 ടേബിൾ സ്പൂണൊക്കെ മതിയാവുക. എരിവ് നോക്കിയിട്ട് മതി. ഇതൊരു 5 മിനിറ്റോളം ചെറിയ തീയിൽ നന്നായിട്ടൊന്ന് തിളച്ചോട്ടെ. അത്യാവശ്യമൊക്കെ ഒന്നങ്ങ് സോഫ്റ്റായിട്ട് നമുക്കിത് മിക്സിയിലിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ. ഇപ്പോൾ ഒരു 4-5 മിനിറ്റൊക്കെ നന്നായിട്ടൊന്ന് തിളച്ച് പാകത്തിനായി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. എന്നിട്ട് ചൂടാറിയതിന് ശേഷം ആദ്യം ഈ കുരുമുളക് മാത്രം ഇട്ടിട്ട് ഒന്നങ്ങ് ഒതുക്കിയെടുക്കുക. അത് കഴിഞ്ഞിട്ട് വെള്ളവും കൂടെ ചേർത്തിട്ട് അരച്ചെടുക്കുക കേട്ടോ. ആദ്യം തന്നെ ഒന്നിച്ചിട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ അരഞ്ഞു കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഈ ഒരു വെള്ളവും കൂടെ ചേർത്ത് നല്ലോണം ഒന്ന് അരച്ചെടുത്തതിന് ശേഷം ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. അടുത്തത് ഇനി കറി വയ്ക്കാനുള്ള ചട്ടിയിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇതിലേക്കൊരു 1/4 ടീസ്പൂൺ ഉലുവ ചേർത്തിട്ട് ഒന്നങ്ങ് പൊട്ടിച്ചെടുക്കാം. ഉലുവ പൊട്ടിത്തുടങ്ങുമ്പോൾ കുറച്ച് കറിവേപ്പില കൂടെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക് വളരെ ചെറിയൊരു സവാള ഇതുപോലെ പൊടിയായിട്ട് അരിഞ്ഞെടുത്താണ് കേട്ടോ. വലുതാക്കി അരിയേണ്ട. ഇനി വലിയ സവാളയൊക്കെ ആണെങ്കിൽ 1/2 പകുതിയൊക്കെ മതിയാവും കേട്ടോ, കൂടുതൽ വേണ്ട. അത് ചേർത്തിട്ട് നന്നായിട്ടൊന്നങ്ങ് വഴറ്റിയെടുക്കണം. സവാളയിലേക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്തിട്ട് വേണം വഴറ്റിയെടുക്കാനായിട്ട്. ഇത് അത്യാവശ്യം നന്നായിട്ടൊന്നങ്ങ് വഴന്ന് വന്നോട്ടെ കേട്ടോ. നന്നായിട്ടൊന്നങ്ങ് വഴന്ന് വരുന്ന സമയത്ത് ഇതിലേക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഒരു 3-4 പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ ഇതിലേക്ക് മെയിനായിട്ട് മുളക് പൊടി ഇല്ല, ഈ ഒരു കുരുമുളകും പച്ചമുളകുമാണ് എരിവിന് വേണ്ടിയിട്ട് ചേർക്കുന്നത്. അപ്പോൾ നമുക്ക് എരിവിനനുസരിച്ചിട്ട് മാറ്റം വരുത്താം കേട്ടോ മുളകിലൊക്കെ. ഇതുകൂടെ ചേർത്തിട്ട് ആ ഒരു ഇഞ്ചിയും വെളുത്തുള്ളിയുടെയൊക്കെ ഒരു പച്ചമണം ശരിക്കും ഒന്ന് മാറിക്കോട്ടെ. അതുപോലെ നന്നായിട്ടൊന്നങ്ങ് വഴറ്റിയെടുത്താൽ മതി. എല്ലാം കൂടെ അത്യാവശ്യം നന്നായിട്ടൊന്ന് വഴന്ന് വരുമ്പോൾ തീയൊന്ന് കുറച്ച് വെച്ചതിന് ശേഷം മസാലപ്പൊടികളൊക്കെ ഇട്ട് കൊടുക്കുക. ആദ്യം ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ ഒരു 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി കൂടെ ഇട്ട് കൊടുക്കുക. വേറെ കാര്യമായിട്ട് മസാലപ്പൊടികളൊന്നുമില്ല കേട്ടോ. പിന്നെ നമ്മൾ ഇതിലേക്ക് മെയിനായിട്ട് നമ്മൾ ആദ്യം അരച്ച് വെച്ചിട്ടുള്ള കുരുമുളക് ഉണ്ടല്ലോ, അതാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ആദ്യം മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി ഒന്ന് വഴറ്റിയതിന് ശേഷം ഇത് ഇട്ട് കൊടുത്താലും മതിയാകും. ഇനി ഇതെല്ലാം കൂടെ ചേർത്തിട്ട് ഒരു 2-3 മിനിറ്റ് ചെറിയ തീയിൽ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ആ ഒരു മസാലപ്പൊടിയും കുരുമുളകിൻ്റെ ഒക്കെ ഒരു പച്ചമണമൊക്കെ മാറിയിട്ട് നല്ലൊരു മണവും നല്ലൊരു കളറും വരാനുണ്ട് കേട്ടോ. ആ ഒരു വെളിച്ചെണ്ണയിൽ ഇങ്ങനെ വഴന്ന് വരുന്ന സമയത്ത്. പിന്നെ ഇപ്പോൾ നമ്മൾ കുരുമുളക് ഇതിലേക്ക് അരച്ച് ചേർത്തതിന് പകരമായിട്ട് സാധാരണ നമ്മൾ പച്ചക്കുരുമുളക് ഉണ്ടല്ലോ, അത് ജസ്റ്റ് കനലിലിട്ടൊന്ന് ചുട്ടെടുത്തിട്ട് അത് അരച്ചിട്ട് ഈ രീതിയിൽ വെക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആട്ടോ. നമ്മൾ ചെറിയ മത്തിയൊക്കെ അതുപോലെ അരച്ച് വെക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. എല്ലാം കൂടെ നന്നായിട്ട് വഴന്ന് ഇതുപോലെ ചെറുതായിട്ടൊന്ന് കളറ് മാറി വരുന്ന സമയത്ത് ഇനി ഇതിലേക്ക് മീഡിയം സൈസിൽ ചെറുതായിട്ട് മുറിച്ചെടുത്തിട്ടുള്ള ഒരു തക്കാളി കൂടെ ചേർത്ത് കൊടുത്ത് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കുക. തക്കാളി നന്നായിട്ടൊന്ന് വെന്തുടഞ്ഞ് വന്നോട്ടെ. പിന്നെ ഈ ഒരു കറിയിൽ നമ്മൾ ഇത്തിരി വെളിച്ചെണ്ണ കൂടുതൽ എടുത്തിട്ടുണ്ട് കേട്ടോ. സാധാരണ മീൻ കറീനേക്കാളും കുരുമുളക് അരച്ച് വെക്കുമ്പോൾ ഇത്തിരി കൂടെ ടേസ്റ്റ് കൂടാൻ വേണ്ടിയിട്ട്. പിന്നെ വെളിച്ചെണ്ണയിൽ തന്നെ ചെയ്യണം കേട്ടോ, അപ്പോഴാണ് ആ കറക്റ്റ് ടേസ്റ്റ് കിട്ടുള്ളൂ. തക്കാളി അത്യാവശ്യം നന്നായിട്ട് വെന്തുടഞ്ഞ് വരുന്ന സമയത്ത് നമുക്കിനി ഇതിലേക്കുള്ള പുളിവെള്ളം, സാധാരണ വാളംപുളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അത്യാവശ്യം ഈ ഒരു വലുപ്പത്തിലുള്ള പുളി നേരത്തെ കുറച്ച് ചൂടുവെള്ളത്തിലിട്ട് വെച്ചാൽ മതി. എന്നിട്ട് അത് പിഴിഞ്ഞിട്ടുള്ള നീരാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഓരോരുത്തരുടെയും പുളിക്ക് അനുസരിച്ചിട്ട് നമ്മളെ കയ്യിലുള്ള പുളിയുടെ പുളി അനുസരിച്ചിട്ട് മാറ്റം വരുത്താം. അതിൻ്റെ കൂടെ തന്നെ ഏകദേശം ഒരു 1.5 കപ്പ് ചൂടുവെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നമുക്ക് ഗ്രേവിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഇത് മിക്സാക്കി നോക്കിയിട്ട് പുളി കുറവാണെന്നുണ്ടെങ്കിൽ പുളി ഇത്തിരി കൂടെ പിഴിഞ്ഞൊഴിക്കുക കേട്ടോ. നമ്മളെ കയ്യിലുള്ള പുളിക്ക് അനുസരിച്ചിട്ട് നോക്കിയിട്ട് എടുത്താൽ മതിയാകുക. ഈ സമയത്ത് ടേസ്റ്റ് നോക്കിയിട്ട് പാകത്തിനുള്ള ഉപ്പ് കൂടെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് തിളച്ചോട്ടെ കേട്ടോ. ഒരു 2-3 മിനിറ്റ് എന്തായാലും ചെറിയ തീയിൽ തിളച്ച് വരണം. അപ്പോഴാണ് ആ ഒരു പുളിയുടെ ഒരു പച്ച ടേസ്റ്റൊക്കെ പോയിട്ട് ഗ്രേവിയിലേക്ക് നല്ലൊരു ടേസ്റ്റായിട്ട് കിട്ടുക കേട്ടോ. ഗ്രേവി അത്യാവശ്യമൊക്കെ ഒന്ന് തിളച്ച് കുറച്ചൊന്ന് കുറുകിക്കോട്ടെ, കാരണം ഒരുപാട് ഗ്രേവി വേണ്ട ഈ ഒരു കറിക്ക്. ഈ ഒരു രീതിയിലൊക്കെ ആവുന്ന സമയത്തിന് ഇതിലേക്കുള്ള മീൻ ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഇവിടെ 1/2 കിലോ ചെറിയ അയിലാണ് കഴുകി വൃത്തിയാക്കിയിട്ട് ചെറുതായിട്ടൊന്ന് വരഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. മസാലയൊക്കെ ഒന്ന് പിടിച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ട്. വലിയ അയില വെച്ച് ചെയ്യാത്തതായിരിക്കും നല്ലത്. ഇതുപോലത്തെ ചെറിയ അയില അല്ലെങ്കിൽ മത്തി വെച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ ഏറ്റവും ടേസ്റ്റ് കൂടുതലായിരിക്കും കേട്ടോ. മത്തി കിട്ടുകയാണെങ്കിൽ അത് വെച്ചിട്ട് തന്നെ ട്രൈ ചെയ്തോളൂ, നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ മീൻ മുഴുവനായിട്ട് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ചുറ്റിച്ച് കൊടുത്തിട്ട് ഇനി ഒന്ന് വേവിച്ചെടുത്താൽ മതി. സാധാ മീനിൻ്റെ വേവ് അത് നോക്കിയിട്ട് ചെയ്താൽ മതി. പിന്നെ അടച്ചു വെക്കണം നിർബന്ധമൊന്നുമില്ല കേട്ടോ. ഈ ഒരു ഗ്രേവി അത്യാവശ്യമൊക്കെ ഒന്ന് അതിലേക്ക് വറ്റി പിടിച്ചോട്ടെ. അപ്പം ഇടയ്ക്ക് ഇതുപോലെ ഒന്നങ്ങ് ചുറ്റിച്ചിട്ട് കൊടുത്താൽ മതി, എല്ലാ ഭാഗത്തേക്കും ഒരേ രീതിയിൽ വേവെത്താൻ വേണ്ടിയിട്ട്.
പിന്നെ ഈ ഒരു കറി നമ്മൾ ചെയ്യുമ്പോൾ സാധാരണ മീൻ വെള്ളം പോലെ അങ്ങനെ ആ ഒരു കറി പോലെ വേണ്ട കേട്ടോ, ഒരു ഇത്തിരി കുറുകിയിരുന്നു കേട്ടോ, അപ്പോൾ തന്നെയാണ് ടേസ്റ്റ് ഉണ്ടാവുക. അത്യാവശ്യം മീനൊക്കെ നോക്കുന്ന സമയത്ത് നല്ലോണം വെന്ത് ഗ്രേവിയൊക്കെ അത്യാവശ്യം ഒന്ന് കുറുകി വരുന്ന സമയത്ത് ഗ്യാസ് ഓഫ് ചെയ്യുക. പിന്നെ ഒരു കുറച്ച് സമയം ഇരിക്കുമ്പോഴേക്കും ഒന്നുകൂടെ ഒന്ന് തിക്കായിക്കോളെ. അപ്പോൾ ഗ്യാസൊക്കെ ഓഫ് ചെയ്ത് തിളയൊക്കെ നിന്നതിന് ശേഷം ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ തിള നിന്നതിന് ശേഷം ഒരു ഇത്തിരി പച്ചവെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ പ്രത്യേക ഒരു ടേസ്റ്റ് കൂടുതലുണ്ടാകും. ആ ഒരു പച്ചവെളിച്ചെണ്ണ ടേസ്റ്റ് കറക്റ്റ് കിട്ടും. ഒരു ടീസ്പൂണൊക്കെ തന്നെ മതിയാകും. അതുകൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ചുറ്റിച്ചിട്ട് അടച്ചൊരു സൈഡിൽ വെക്കുക. ഇത് ഈ ഒരു സമയത്ത് ചൂടോടുകൂടി തന്നെ കഴിക്കാനും ടേസ്റ്റ് ഉണ്ട്. പിന്നെ മീൻ കറി ആയതുകൊണ്ട് ഒരു 10-20 മിനിറ്റ് അടച്ചു വെച്ചതിന് ശേഷം എടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ നന്നായിരിക്കും. ഈ ഒരു കറി ഇതുപോലെ ചെറിയ ചൂടോടുകൂടി ഇങ്ങനെ കഴിക്കുന്ന സമയത്ത് നല്ലൊരു ടേസ്റ്റ് തന്നെയാണ്. തിക്കായിട്ടുള്ളൊരു ഗ്രേവി മീനും എല്ലാം കൂടെ സൂപ്പർ ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. നമുക്ക് സാധാ ചോറിൻ്റെ കൂടെ കഴിക്കാം, അല്ലെങ്കിൽ ചപ്പാത്തിയുടെ പൊറോട്ടയുടെ ഒക്കെ കൂടെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു കോമ്പിനേഷൻ റെസിപ്പി കൂടെയാണ്. കുരുമുളക് ഇഷ്ടപ്പെടുന്നവർക്ക് തീർച്ചയായിട്ടും ഇഷ്ടമാവുന്ന റെസിപ്പി ആയിരിക്കും. അപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ ഒരു സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യേണ്ട കാര്യം കൂടെ മറക്കരുത്. പിന്നെ റെസിപ്പി ചെയ്ത് നോക്കുന്നുണ്ടെങ്കിൽ ഫീഡ്ബാക്ക് അറിയിക്കാനും കേട്ടോ. അപ്പോൾ ഇനി എന്തായാലും എന്നത്തെയും പോലെ തന്നെ നല്ല റെസിപ്പീസായിട്ട് നമുക്ക് പുതിയ വീഡിയോയിൽ കാണാം. Thank you.